ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, കണക്റ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവുക. എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെയാണ് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെച്ചാൽ എൻ്റെ കൂടെ ഒരു പ്രൈവറ്റായി സെഷൻ ചെയ്യാം. പ്രൈവറ്റ് സെഷൻസ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട്, സ്ക്രീനിൽ ഇട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്നെ വാട്സാപ്പ് ചാറ്റ് അയയ്ക്കുക. എന്നുവെച്ചാൽ ചിലപ്പോൾ ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാട്സാപ്പ് ചാറ്റ് അയച്ചാൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാം ചാറ്റിൽ. അത് അല്ലാണ്ട് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് ജനറൽ റീഡിംഗ്, ജനറൽ മെസ്സേജസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് റീഡിങ്ങിൽ കാണാം. ഹലോ പൈസീസ്, അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി, ജാനുവരിയുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ജാനുവരി എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂൺ, അത് പൈസീസ് ആൻഡ് ക്യാൻസർ എനർജി തന്നെയാണ്. എന്താണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി? പാസ്റ്റിൽ പൈസീസിന് വേണ്ടിയിട്ട് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കറണ്ട് എനർജി നിങ്ങളുടെ 8 ഓഫ് കപ്സ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം, ചാലഞ്ചിൽ ക്വീൻ ഓഫ് സോഡ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താണ്? 9 ഓഫ് കപ്സ് അഡ്വൈസ്. ഹിഡൻ ഫാക്ടറിൽ 5 സോഡ്സ്. ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ജാനുവരി ഔട്ട്കം ഈ കാർഡാണ്. ഇത് നമ്മൾ എണ്ണലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ പൈസീസ് ഇവിടെ ഞാൻ കാണുന്നത് മൂന്നാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ മാസം ഇമോഷണലി കുറച്ച് സൂക്ഷിക്കണം പൈസീസ്. ഇമോഷണലി കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കുറേ ഇമോഷണൽ സമയമാണ് ഇത്. ഇത് ചില സീക്രറ്റ്സ് പുറത്തു വരണ എനർജിയുമാണ്. കുറച്ച് ഫിയറും ആങ്സൈറ്റി ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാച്ചാൽ അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കണ്ടാച്ചാൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഓക്കെ, അതും കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ മെൻ്റൽ ഹെൽത്ത് കുറച്ച് ലോ ആവാൻ ചാൻസസ് ഉണ്ട് ഈ മാസം. അപ്പം ഈ മൂന്ന് എന്താണ് ഇവിടെ? ഇവിടെ മൂണിൻ്റെ എനർജി എന്താണ്? നമ്മൾ ഡെവിലിൻ്റെ കാർഡ് വീണു. അപ്പോൾ ശരിക്കും സൂക്ഷിക്കണം പൈസീസ്. എന്ന് വെച്ചാൽ എന്തോ ഒരു ടോക്സിക് എനർജിയും ഉണ്ട്. ഓക്കെ, മൂൺ അല്ല, ഈ ഡെവിലിൻ്റെ 6 ഓഫ് കപ്സ് ഇവിടെ മൂണിൻ്റെ കൂടെ ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷൻ റിവീൽ ആവാൻ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞ മാതിരി മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഡബിളി കെയർഫുൾ ആവണം. എന്നുവെച്ചാൽ ഈ മാസം കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമായിരിക്കാം മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഇവിടെ ഞാൻ കാണുന്നത് ഏതോ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇതൊരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഓരൽസ് ഒരു ഫ്രണ്ട് ആയിരിക്കാം. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ആരോ നിങ്ങൾ മുമ്പേ കണക്റ്റഡ് ആയ പേഴ്സണിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സണിൻ്റെ എനർജിയാണ്. ഇത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ആവാം. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? എംപറർ. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇല്ലച്ചാൽ നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാച്ചാൽ അതിൻ്റെ കാരണം കുറച്ചൊരു സെപ്പറേഷൻ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഏരീസ് ആയിരിക്കാം. ഇല്ലച്ചാൽ ഒരു
അക്വേറിയസ്, ലീബ്ര, ജെമിനായി ആവാം. നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലച്ചാ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കാരണം ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷൻ ആണ്. 8 ഓഫ് കപ്സ് ഒരു കംപ്ലീറ്റ്ലി ഡിസസോസിയേറ്റ് ചെയ്യണ എനർജിയാണ്. ഇമോഷണലി ഒരു സിറ്റുവേഷന് നിങ്ങൾ പിന്മാറുന്നു, നിങ്ങൾ ആ സിറ്റുവേഷനെ വിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. അപ്പോൾ എന്തോ ഒരു റിലേഷൻഷിപ്പ് എൻഡിങ് ആയിരിക്കാം ഇവിടെ. അപ്പോൾ ഈ 8 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? 8 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട് ഇവിടെ, ആൻഡ് 9 ഓഫ് വോൺസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ ഹേർട്ടാണ് ഈ സിറ്റുവേഷനിൽ. ഒരു ബ്രേക്കപ്പ് ഇല്ലാച്ചാലും നിങ്ങൾ കുറേ ഹേർട്ടായിരിക്കണം ഈ പേഴ്സൻ്റെ ബിഹേവിയർ കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് ശ്രമിക്കണേ. ഓക്കെ, ഈ സിറ്റുവേഷനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി ഒഫീഷ്യലി ഫോർമലി നിങ്ങൾ ഒരു ബ്രേക്കപ്പ് ഞാൻ ഇവിടെ കാണില്ല, പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഞാൻ കാണുന്നില്ല ഈ പേഴ്സൻ്റെ കൂടെ. ഫ്യൂച്ചറിൽ ഒരു അപ്പോളജി വരാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ല ഇതൊരു പുതിയ ബിഗിനിങ് ആയിരിക്കാം ലവില്. അപ്പോൾ ഫ്യൂച്ചറിന്റെ പേജ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 2 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, 6 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പുതിയ ബിഗിനിങ് ആവാം, ഓറൽസ് ഇത് ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വന്ന് സോറി പറയണ എനർജി ആവാം, അപ്പോളജൈസ് ചെയ്യണ എനർജി ആവാം, മാപ്പ് ചോദിക്കണ എനർജി ആവാം. അപ്പോൾ അതും ആവാം. ഓക്കെ, എല്ലാവർക്കും ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഒരു സ്പെസിഫിക് സ്റ്റോറി പറയാൻ വിഷമാണ്, അത് പോസിബിൾ അല്ല. കുറേ ആൾക്കാരുടെ എനർജീസ് കണക്റ്റഡ് ആണ് ഈ റീഡിങ്ങിൽ. അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സും ഒരു സെപ്പറേറ്റഡ് പേഴ്സൻ്റെ എനർജിയാണ്, ഒരു ഡിവോഴ്സ്ഡ് പേഴ്സണും ആവാം. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആവാം, ഓറൽസ് നിങ്ങൾ കുറേ ക്ലിയർ ആയിട്ടാണ് ഈ മാസം നിങ്ങളുടെ ബൗണ്ടറീസ് ഒക്കെ വെച്ചിരിക്കുകയാണ്. പറഞ്ഞാൽ നിങ്ങളെ ആരും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കാൻ പറ്റില്ല ഈ മാസം. കുറേ ക്ലിയർ ആയിട്ട് ആണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയണേ. ആൻഡ് നിങ്ങളുടെ എനർജീനെ മാച്ച് ചെയ്യാത്ത ആൾക്കാരെ എല്ലാം നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് കപ്സ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല വേറെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ. വേറെ ആൾക്കാരുടെ എപ്പോഴും നിങ്ങൾ വേറെ ആൾക്കാരെയാണ് പ്രെഫറൻസ് കൊടുക്കണ്ടായിരുന്നെ മുമ്പേ. നിങ്ങൾ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ സൗകര്യം വിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കണം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു നിങ്ങൾ. പക്ഷെ ഈ മാസം അങ്ങനെയല്ല. ഓക്കെ, ഈ മാസം നിങ്ങൾ ഒരു വെരി ക്ലിയർ ബൗണ്ടറീസ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോണേ. നിങ്ങളെ ആരും പറഞ്ഞ മാതിരി ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കാൻ പറ്റില്ല. ഒരു നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജിയിൽ ഇൻട്രസ്റ്റും ഇല്ല, വേറെ ആൾക്കാരുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല. കുറച്ചൊരു ഇമോഷണലിയും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണ്. കിങ് ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിവൈൻ പെയറാണ്, ഡിവൈൻ മാച്ചാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരിഡ് ആണ് വെച്ചാൽ ഇവിടെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ കാണുന്നുണ്ട്, ലാക്ക് ഓഫ് പാഷൻ ഞാൻ കാണുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. 9 ഓഫ് കപ്സ് ആണ് അഡ്വൈസ്. അപ്പോൾ ഈ 9 ഓഫ് കപ്സ് എന്താണ് അഡ്വൈസ് ആയിട്ട്? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്, പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ, ആൻഡ് അത് എവിടെയോ നിങ്ങളുടെ വിഷ് ആയിരുന്നു അങ്ങനെ ഒരു പുതിയ ബിഗിനിങ് വേണമെന്ന്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ തന്നെ വേറെ ഒരു ചാൻസ് വേണം എന്നായിരിക്കും നിങ്ങൾ ഹോപ്പ് ചെയ്യണ്ടായിരുന്നെ, പ്രേ ചെയ്യണ്ടായിരുന്നെ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. മറ്റവർക്ക് മേ ബി നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പിനെ കട്ട് ഓഫ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് വേണം എന്നാണ് നിങ്ങൾ ഹോപ്പ് ചെയ്യണ്ടെന്ന് വെച്ചാൽ അതുമാതിരി നിങ്ങൾക്ക് ആ വിഷ് ഗ്രാൻഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷ് ചെയ്യണത് എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അത് വരുന്നുണ്ട് ഈ മാസം. 5 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഹിഡൻ ഫാക്ടറിൽ ഞാൻ കുറേ സാബോട്ടാജ് കാണുന്നുണ്ട്. ഇതാണ് ഞാൻ പറയേണ്ടത്, എന്നെ സൂക്ഷിക്കണം എന്ന്. വേറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിനെ തകർക്കാൻ നോക്കുന്നുണ്ട്. എന്തോ ഒരു കുറേ ഇതൊരു ഫ്രണ്ട്സിന്റെ എനർജി ആയിട്ടാണ് എനിക്ക് ഒരു ഫീല് വരണത്.
പക്ഷേ ഇവര് ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. ഓക്കെ, അവര് നിങ്ങളെ കുറിച്ച് കുറെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇല്ലച്ചാ എന്തോ ഒരു നിങ്ങളെ അറിയിക്കാണ്ട് എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടണേ. ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് സൂക്ഷിക്കണം. കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചാൽ ബെറ്റർ ആയിരിക്കും. ഫൂൾ ആൻഡ് 4 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഇത് മേ ബി ഫിനാൻഷ്യലിയും ചിലവര് നിങ്ങളെ യൂസ് ചെയ്യാൻ നോക്കും, അതും ആവാം. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് സൂക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളുടെ എനർജി ഈ മാസം. ഓക്കെ, എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ ആൾക്കാരല്ല, പക്ഷെ ചിലവരുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ആൾക്കാർ. ഓക്കെ, ആൻഡ് അവര് നിങ്ങളുടെ എനർജീനെ നെഗറ്റീവ് എനർജി ആക്കിയിട്ടാണ് അങ്ങനത്തെ സാബോട്ടാജ് ആണ് ചെയ്യണത്. അപ്പൊ അത് സൂക്ഷിക്കണം ശരിക്കും. ഇത് 2 പ്രാവശ്യം വന്നിരിക്കണു. ഇവിടെയും ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഡെവിലിന്റെ കാർഡ് വീണു. ഞാനത് തിരിച്ചു വെച്ചു. പക്ഷെ ഡെവിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ശരിയല്ല. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇല്ലച്ച നിങ്ങളുടെ അറിയണ ആൾക്കാരുടെ ഇടയ്ക്ക് നല്ലവണ്ണം സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ചിലവര് പറയണ മാതിരി അല്ല അവര്. ഓക്കെ, അവരുടെ ഇന്റൻഷൻസ് ശരിയല്ല. അപ്പൊ എല്ലാരും ട്രസ്റ്റ് ചെയ്യണ മുമ്പേ കുറച്ച് ഒരു സൂക്ഷിച്ചിട്ട് വേണം ട്രസ്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ ഔട്ട്കം ഈ മാസം 7 ഓഫ് കപ്സ് ആണ്. അപ്പൊ 7 ഓഫ് കപ്സ് കൺഫ്യൂഷന്റെ എനർജിയാണ്, ഓപ്ഷൻസിന്റെ എനർജിയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ല ഈ മാസം. 3 ഓഫ് സോർഡ്സ്, ഹാർട്ട് ബ്രേക്ക്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. എസ്പെഷ്യലി മാരീഡ് ആണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ എൽസ് ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം. ഓക്കെ, അതാണ് ഔട്ട്കം. അപ്പോൾ ഇവിടെ ടോറസ് എനർജി കാണാണ്ട് പിന്നെ അക്വേറിയസ് ഉണ്ട്, ഏരീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറെ വാട്ടർ സൈൻസും ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. പക്ഷെ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? പൈസീസിന് വേണ്ടിയിട്ട് ഇവിടെ പൈസീസ് മെസ്സേജ് ഇവിടെ എന്താ വെച്ചാൽ ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഇത് ഫുൾ മൂൺ ഇൻ പൈസീസിൻ്റെ തന്നെ കാർഡാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ മാസം സ്പിരിച്വൽ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ സ്പിരിച്വൽ ആണ് വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം കണ്ടിന്യൂ വയ്ക്കുക. അതാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ആൻഡ് പ്രാക്ടിക്കലും ആവുക. ഓക്കെ, ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് പൈസീസ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം പേഴ്സണൽ റീഡിങ്സിനെ കുറിച്ച്, ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ്, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.